ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് പാനലിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സ്പോഷർ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. കാരണം ഈ ഇമേജ് കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആണ്. ഇത്തിരി എക്സ്പോഷർ കുറച്ച് കൊടുക്കാം. അതിനുശേഷം കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. +21 സെറ്റ് ചെയ്തു. ഇനി ഹൈലൈറ്റ്സ് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്ത് വെച്ചു. ഈ കൂടുതലും സ്കൈസൊക്കെ ഉള്ള ഇമേജിലാണെങ്കിൽ നമ്മൾ ഹൈലൈറ്റ്സ് നല്ലപോലെ റെഡ്യൂസ് ചെയ്ത് വെച്ചാൽ നല്ല ഡീറ്റെയിൽസ് റിവീലായി കിട്ടും. അതുകൊണ്ടാണ് ഇതേപോലത്തുള്ള ഇമേജിൽ എല്ലപ്പോഴും നമ്മൾ ഹൈലൈറ്റ്സ് ഡിക്രീസും ഷാഡോസ് ഇൻക്രീസും ചെയ്ത് വെക്കുന്നത്. പറഞ്ഞ പോലെ ഷാഡോസ് ഒരു +50 ഇൻക്രീസ് ചെയ്ത് വെച്ചു. ഇനി വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക്സ് ആണുള്ളത്. വൈറ്റ്സ് ഒരു -10, 11 റേഞ്ചിലേക്ക് ഞാൻ ഡിക്രീസ് ചെയ്യാണ്. ബ്ലാക്ക്സ് ഒരു +12 or 13. ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം ടോൺ കർവിലേക്ക് പോവാം. ഞാൻ യൂഷ്വലി ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ടോൺ കർവാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ശേഷം HSL യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇമേജിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടോൺ കർവ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് കർവ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു 3-4 റാൻഡം പോയിൻ്റ് സെറ്റ് ചെയ്ത് നോക്കാം. ഈ പോയിൻറ്റ്സിൻ്റെ മേലെ നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യും. ബ്ലാക്ക് പോയിൻ്റ് ഒന്ന് റേസ് ചെയ്ത് കുറച്ചൊരു ഫെയ്ഡ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 14-30 റേഞ്ചിൽ ഈ പോയിൻ്റ് സെറ്റ് ചെയ്യാം. ഷാഡോ പോയിൻ്റ് സെറ്റ് ചെയ്തു. ഇനി മിഡ് ടോൺസ് ഏരിയ ടോൺ കർവിലെ ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഇമേജിലെ ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്നത് വഴി നമുക്ക് ഇമേജിലുള്ള ആ ഹൈലൈറ്റ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഇമേജ് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ സെറ്റ് ചെയ്തു. അപ്പോൾ പോയിൻ്റ് കർവ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ചാനൽ കർവിലേക്ക് പോവാം. ആദ്യം റെഡ് ചാനലാണ് എഡിറ്റ് ചെയ്യുന്നത്. നേരത്തെ പോലെ ഒരു 3-4 കൺട്രോൾ പോയിൻറ്റ്സ് സെറ്റ് ചെയ്യാണ്. ഇതിന് മേലെ നമുക്ക് ട്വീക്ക് ചെയ്യാം. 0-0 ഒരു വാല്യൂ സെറ്റ് ചെയ്തു. 255 ഇതെന്തായാലും ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂസാണ്. അതിന് ഇടയിൽ നമ്മൾ കുറച്ച് 3-4 വാല്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മേലെ നമുക്കിനി മോഡിഫൈ ചെയ്യാം. ചെറുതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മാറിയാൽ പോലും ഇമേജിനെ ടോട്ടലായിട്ട് നല്ലോണം എഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ റെഡ് ചാനൽ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും ടോട്ടലി ഇമേജ് വല്ലാതെ ഒന്ന് വിയേർഡായിട്ട് ലുക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഗ്രീനും ബ്ലൂവും ചാനൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഒരു ചാനൽ മാത്രം എഡിറ്റ് ചെയ്തിട്ട് പോകാൻ പാടില്ല. റെഡ് ചാനൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ബ്ലൂവും ഗ്രീനും കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത് ഗ്രീൻ ചാനലിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പോയിൻ്റ് ഇവിടെ ഡിഫോൾട്ടായിട്ടുണ്ട്. 00, 255, 255. ബ്ലാക്ക് പോയിൻറ്റും വൈറ്റ് പോയിൻറ്റും ഇത് രണ്ടും ആബ്സല്യൂട്ട് പോയിൻറ്റ്സ് ആണ്. ആബ്സല്യൂട്ട് ബ്ലാക്ക് ആൻഡ് ആബ്സല്യൂട്ട് വൈറ്റ്. ഇതിനപ്പുറം ഒരു ബ്ലാക്ക് ഇല്ല, അതേപോലെ തന്നെ ഇതിനപ്പുറം ഒരു വൈറ്റും ഉണ്ടാവില്ല ഇമേജിൽ. അപ്പോൾ ഗ്രീൻ ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പോയിൻറ്റ്സ് ഇവിടെയും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഷാഡോ പോയിൻറ്റിൽ നമുക്ക് തുടങ്ങാം.
ഗ്രീൻ ചാനൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി റെഡും ഗ്രീനും നമ്മൾ കഴിഞ്ഞു. ഇപ്പോഴും ഇമേജ് ശരിയായിട്ടില്ല. ഇനി ബ്ലൂ ചാനലൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ റെഡ് ചാനലാണെങ്കിലും ഗ്രീൻ ചാനലാണെങ്കിലും നമുക്ക് 2 കളർ ഷെയ്ഡ് കാണാൻ പറ്റും. ഈ റെഡ് ചാനൽ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലത്തെ പാർട്ട് റെഡും താഴേത്തത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള സയാനും. ഇൻഡിവിജ്വൽ ചാനൽ കർവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ചാനലിലും ഓരോ പെർട്ടിക്കുലർ കളേഴ്സാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ചാനലാണെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പർ ഏരിയ റെഡും അതിൻ്റെ ലോവർ ഏരിയ, അതായത് ഓപ്പോസിറ്റ് ഏരിയ സയാനും ആണ്. അപ്പം നമ്മുടെ ഏത് പോയിൻ്റാണോ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വാല്യൂ, അതായത് കളറിൻ്റെ വാല്യൂ ഇമേജിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഏരിയ മിഡ് ടോൺസ് ആയിരിക്കും. അപ്പോൾ മിഡ് ടോൺസിൽ നമുക്ക് ഈ ഇമേജിൽ റെഡാണ് കൂടുതൽ കൊണ്ടുവരേണ്ടതെങ്കിൽ ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മിഡ് ടോൺസിൽ സയാൻ ഷെയ്ഡാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഈ മിഡ് ടോൺസിലെ പോർഷനിൽ ഒരു കൺട്രോൾ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ട് ഈ വാല്യൂ ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഇതിനോട് അടുത്ത് വരും, ആ സയാൻ ഷെയ്ഡിനോട് അടുത്ത് ഈ പോയിൻ്റ് വരും. അതിനർത്ഥം ഈ മിഡ് ടോൺ ഏരിയയിൽ സയാൻ ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്തു എന്നാണ്. അതേപോലെ തന്നെ ഗ്രീൻ ചാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഗ്രീനും ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള പേർപ്പിളും ഇതിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാഡോയിലോ മിഡ് ടോൺസിലോ ഹൈലൈറ്റ്സിലോ നിങ്ങൾക്ക് ഗ്രീനോ പേർപ്പിൾ ടിൻറ്റോ കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ഏരിയ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. അപ്പോൾ ഷാഡോസിൽ കുറച്ച് ഗ്രീനിഷ് വാല്യൂ കൊണ്ടുവരണമെങ്കിൽ ഈ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് കൊടുക്കാം മുകളിലോട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സ്കിൻ ടോൺസിലൊക്കെ ആണെങ്കിൽ കുറച്ചൊരു റെഡിഷ് ടോൺ കൊണ്ടുവരണമെങ്കിൽ, അതായത് പർപ്പിളി റെഡ് ടോൺ കൊണ്ടുവരാനാണെങ്കിൽ ഈ ഏരിയാസ് ആയിരിക്കും എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുത്താൽ ആ ഏരിയയിൽ മാത്രമായിട്ട് നമുക്ക് ആ കളറ് ആഡ് ചെയ്യാൻ പറ്റും. ബ്ലൂ ചാനലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ബ്ലൂയും അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ, ഓറഞ്ച്, ബ്ലൂ ഇത് 3ഉം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടോൺ കർവ് ഇപ്പോൾ കഴിഞ്ഞു. ആദ്യം ചെയ്ത റെഡിൻ്റെയും ഗ്രീനിൻ്റെയും വാല്യൂ നമ്മൾ പരസ്പരം ബ്ലൂയും അതേപോലെ തന്നെ ഈ 3 കളേഴ്സും വെച്ചിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് കോമ്പൻസേറ്റ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ചാനൽസും ഇൻഡിവിജ്വലി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ടോണ് പോലും ഓവർപവർ ചെയ്യാതെ കോമ്പൻസേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ റെഡ് മാത്രം ചെയ്യുന്ന സമയത്ത് റെഡോ അല്ലെങ്കിൽ സയാനോ ആ ടിൻ്റായിരിക്കും ഇതിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളത് മാത്രം ചെയ്തിട്ട് ബാക്കി 2 ലീവ് ചെയ്യുകയാണെങ്കിൽ ഇമേജ് വല്ലാതെ വിയർഡായിപ്പോവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഗ്രീനും ബ്ലൂയും അതേപോലെ ഏതാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കി 2 ചാനലും കറസ്പോണ്ടിങ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടോൺ കർവിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് നോക്കാം. ഇത്രത്തോളം ചേഞ്ച് നമുക്ക് ടോൺ കർവ് വെച്ചിട്ട് ഇതിൽ കൊണ്ടുവരാൻ പറ്റി. സ്റ്റില്ല് റെഡി ആയിട്ടില്ല, നമുക്കിനി HSL ബാക്കിയുണ്ട്, സ്പ്ലിറ്റ് ടോണിങ് ബാക്കിയുണ്ട്, കാലിബ്രേഷൻ ബാക്കിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് HSLലേക്ക് പോവാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓരോ വാല്യൂ സെപ്പറേറ്റായിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ റിപ്പിറ്റേറ്റീവായിട്ട് വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ വാല്യൂസ് ഞാൻ ഈ ടോണിന് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. HSL അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ആയിട്ടുള്ളതെന്ന്. ഞാനിവിടെ ഗ്രീൻ ഏരിയ കണ്ടില്ലേ, നല്ല ഡീപ്പ് ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി വേറെ ഇമേജിലേക്ക് ഈ പ്രീസെറ്റ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കളറിൽ എന്തൊക്കെ ചേഞ്ച് വരും നമുക്ക് മനസ്സിലാവും. അപ്പം നെക്സ്റ്റ് കാലിബ്രേഷനിലോട്ട് പോവാം. ഫൈനലി സ്പ്ലിറ്റ് ടോണിങ്.
ഒരു ഗോൾഡൻ ടോണ് വരുന്ന ഗ്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൈലൈറ്റ്സിലും ഷാഡോസിലും നമുക്ക് ആ ഒരു ടോൺ ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് സ്പ്ലിറ്റ് ടോണിങ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഹൈലൈറ്റ്സിലെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഹ്യൂ വാല്യൂ ഒരു 45 സെറ്റ് ചെയ്തു. ഷാഡോസിലും ഓൾമോസ്റ്റ് സെയിം വാല്യൂ, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് വരും. ഇതിൽ നമ്മളൊരു 40 വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 39 ഓക്കെയാണ്. ഈ ഇമേജ് നമുക്ക് നോക്കിയാൽ അറിയാം കുറച്ച് സാച്ചുറേഷനും വൈബ്രൻസൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ക്ലാരിറ്റി ഒരു -12 സെറ്റ് ചെയ്തു. ഇനി വൈബ്രൻസും സാച്ചുറേഷനും ഒരു -20, അതേപോലെ തന്നെ ഒരു 15 റേഞ്ച് മൈനസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾഡൻ വൈബ് ടോൺ ഇവിടെ സെറ്റാണ്. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. വേറെ 2-3 ഇമേജിലേക്ക് കൂടി ഈ സെറ്റിങ്സ് നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം.